തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ കണ്ടൽ ചെടികൾ നട്ടു. റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി കണ്ടൽ ചെടികൾ നശിച്ച സാഹചര്യത്തിൽ അതിന് പരിഹാരമായാണ് കണ്ടൽ ചെടികൾ നട്ടത്. ആദ്യഘട്ട പദ്ധതിക്കായി 40,000 രൂപ റെയിൽവേ അനുവദിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കണ്ടൽ ചെടികൾ നടുന്നത്. തേവലക്കര ഗ്രാമപഞ്ചായത്തിലാണ് കണ്ടൽ ചെടി നടീൽ പദ്ധതിക്ക് തുടക്കമായത്. അരിനെല്ലൂർ 7ാം വാർഡ് മാട്ടയിൽ കടവിലാണ് കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത്. റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ട കണ്ടൽ ചെടികൾക്ക് പകരമായാണ് ഇവിടെ കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 40,000 രൂപ റെയിൽവേ അനുവദിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കണ്ടൽ ചെടികൾ നടുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടൽ ചെടികൾ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ മൺട്രോത്തുരുത്ത്, അഷ്ടമുടി കായലിന്റെ 4 വശം, ഈ അരിനെല്ലൂർ പ്രദേശം എന്തിനാ കണ്ടൽ ചെടി നടുന്നത്? കണ്ടൽ ചെടി നിങ്ങൾക്ക് നല്ല പരിചയമുള്ള വസ്തുവാണല്ലോ. കണ്ടൽ ചെടി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രകൃതിക്ക് ഏറ്റവും അനുഗുണമായിട്ടുള്ള ഒരു സസ്യമാണ്. എല്ലാ മത്സ്യങ്ങളും വന്ന് മുട്ടയിടുന്നത് അതിൻ്റെ ചുവട്ടിലായിരിക്കും. അപ്പോൾ ഇത് മത്സ്യങ്ങൾ വന്ന് മുട്ടയിടുന്ന സ്ഥലമാണ്. നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ പേരെന്തുവാ? പപ്സ് നിന്നുകൊണ്ടിരിക്കുന്ന എനിക്ക് മനസ്സിലാവും. നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ പേരെന്തുവാ? എന്താ ഉറക്കെ പറഞ്ഞേ? എല്ലാവരോടും ഒന്ന് പറഞ്ഞേ. നമ്മൾ പുറത്തേക്ക് വിടുന്ന വായുവിൻ്റെ പേരെന്തുവാ? ഇനി സസ്യങ്ങൾ അകത്തേക്ക് വലിക്കുന്ന വായു ഏതാ? സസ്യങ്ങൾ വായു എടുക്കുന്നുണ്ട്, അതേതാ? സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന വായു ഏതാ? അപ്പൊ ശരിയായി, അതും കൂടെ പറഞ്ഞാൽ ശരിയായി. സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന വായു ഏതാ? ഓക്സിജൻ. അപ്പൊ നമ്മൾ ശ്വസിക്കുന്നത് ആ സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന, മനസ്സിലായ? സസ്യം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ക്ലിയർ ആയില്ലേ? സസ്യങ്ങളില്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം സസ്യങ്ങൾ പുറത്തു വിടുന്നതാണ് നമ്മൾ ശ്വസിക്കുന്നത്, നമ്മൾ പുറത്തേക്ക് വിടുന്നതാണ് സസ്യങ്ങൾ ശ്വസിക്കുന്നത്. അപ്പൊ പരസ്പര ബന്ധമുണ്ട് രണ്ടും തമ്മിൽ, അല്ലേ? അപ്പൊ കാട്, വൃക്ഷം, മരം, ചെടികൾ ഇതെല്ലാം ഉണ്ടായതിനു ശേഷമാണ് മനുഷ്യരുണ്ടായത്. അല്ല നമ്മൾ ഉണ്ടായതിനു ശേഷം ഉണ്ടായ സാധനങ്ങളല്ല ഇതൊന്നും. ഞാൻ സ്കൂളിലൊക്കെ പ്രസംഗിപ്പോൾ കുട്ടികളോട് പറയാറുണ്ട്, മുതിർന്നവരെ ബഹുമാനിക്കാറുണ്ടോ? ഉണ്ട്. വീട്ടിനടുത്ത് കുളമുണ്ടോ? ഉണ്ട്. കുളത്തിൽ ആമയുണ്ടോ? ഉണ്ട്. ഇനി ആമയെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണടാ. അതെന്തിനാ സാറേ? നിന്റെ പ്രായം, മനുഷ്യരുടെ പ്രായം 70 ലക്ഷം വർഷമേ ഉള്ളൂ. ആമ ഈ ഭൂമിയിൽ വന്നിട്ട് 4 കോടി വർഷമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സിന്ധു അധ്യക്ഷത വഹിച്ചു. എടുത്തു പറയപ്പെട്ട ഒരു പരിപാടികളിലും ഇല്ലായിരുന്നു. പക്ഷേ തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റായ ബഡ്സ് റിഹാബിലേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ഈ ഗ്രാമത്തിന് സമർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു അഭിമാനമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഭരണസമിതിയിൽ എടുത്തു പറയാൻ പറ്റിയ ഒരു പ്രോജക്റ്റായിരുന്നു. വാർഡംഗം എസ് ഓമനക്കുട്ടൻപിള്ള സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് നാത്തയ്യത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു ഫാത്തിമ കുഞ്ഞ്, ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ, ജി പ്രദീപ് കുമാർ, രാധാമണി, അനിൽകുമാർ, ലളിത ഷാജി, CDS ചെയർപേഴ്സൺ രതിദേവി, ഡ്രോജി എം തരകൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.